മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മൾ ഈ കാണുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബംഗാളിന്റെ മണ്ണിലേക്ക് പറന്നിറങ്ങിയതാണ്. ബംഗാൾ തിരഞ്ഞെടുപ്പിലാണ് യഥാർത്ഥത്തിൽ തീപാറുന്ന പ്രചരണം നടക്കുന്നത്. ഒരു ഭാഗത്ത് മമതാ ബാനർജിയും കൂട്ടരും, ഒരു ഭാഗത്ത് BJP സംവിധാനങ്ങളും. അതായത് ബംഗാൾ അടക്കി ഭരിക്കുന്ന മമതാ ബാനർജി അവിടെയുള്ള സകല ഉദ്യോഗസ്ഥ ടീമിനെയും കൂട്ടിയിട്ട്, അവിടെയുള്ള സകല സംവിധാനങ്ങളെയും കൂട്ടിയിട്ട്, അവിടെയുള്ള സകല ഗുണ്ടാപ്പടകളെയും, അതായത് മമത പോറ്റി വളർത്തിയിട്ടുള്ള സകല ഗുണ്ടകളെയും കൊണ്ട് തന്നെയാണ് മമതാ ബാനർജി ഈ ബംഗാളിന്റെ നാനാഭാഗങ്ങളും കൈകാര്യം ചെയ്ത് ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. മറുഭാഗത്ത് യോഗി ആദിത്യനാഥ്, അതേപോലെ തന്നെ കങ്കണ റണാവത്ത്, അതേപോലെ തന്നെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, ആസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇങ്ങനെ BJPയുടെ താരപ്രചാരകർ ഒന്നടങ്കം ബംഗാളിൽ പ്രചരണവുമായിട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട്. ഈ ബംഗാളിൽ BJP ഒരേപോലെ സകല താരപ്രചാരകരും ഒരേപോലെ അവിടെ ബംഗാൾ ജനതയ്ക്ക് മുന്നിൽ വിളിച്ചു പറയുന്നു, ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവരെ തുടച്ചു നീക്കണം, പുറത്താക്കണം. അത് വ്യക്തമായിട്ട് ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള നുഴഞ്ഞു കയറിയിട്ടുള്ള സകലരെയും പുറത്താക്കണമെന്ന ആ വലിയ ബംഗാൾ ജനത ആഗ്രഹിക്കുന്ന ആ ആവശ്യം കൃത്യമായിട്ട് BJP അവിടെ ഉയർത്തുന്നു. ഇതിന് മറുപടിയായിട്ട് മമത പറയുന്നു, അവിടെ ഇന്ന മതത്തിന് നേരെ, ന്യൂനപക്ഷത്തിന് നേരെയുള്ള വേട്ടയാടലാണ് എന്ന് പറഞ്ഞ് മമത അവിടെയുള്ള ന്യൂനപക്ഷത്തിന്റെ സകല വോട്ടും തങ്ങളുടെ പെട്ടിയിലാക്കാൻ ഒരു ഭാഗത്ത് മമത, മറുഭാഗത്ത് രാജ്യത്തിന്റെ സുരക്ഷ ഉയർത്തിപ്പിടിച്ച് രാജ്യത്തെ തകർക്കരുത്, ബംഗാളിനെ തകർക്കരുത് എന്ന് പറഞ്ഞ് BJP ഒരു ഭാഗത്ത്. ഈ സമയത്ത് ഒരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു, രാഹുൽ ഗാന്ധിയൊന്നും ഈ കളിയിൽ ഇല്ല കേട്ടോ. രാഹുൽ ഗാന്ധിക്കൊന്നും ബംഗാൾ തിരഞ്ഞെടുപ്പിൽ, ഏത് രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി ആണല്ലോ. കേരളത്തിലെ കുറെ കോൺഗ്രസ്സുകാരുടെ ഈ LDFകാരുടെയും പ്രധാനമന്ത്രിയാണല്ലോ, ഭാവി പ്രധാനമന്ത്രിയാണല്ലോ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ്. ഈ രാഹുൽ ഗാന്ധി ബംഗാൾ ഇലക്ഷനിലൊന്നും പേരിന് പോലും എവിടെയില്ല. എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് വന്നാലായി. ഈ ജോൺ ബ്രിട്ടാസ് പ്രധാനപ്പെട്ട ഒരു ബില്ല് സഭയിൽ അവതരിപ്പിച്ച സമയത്ത് പുറത്തു വന്നിട്ട് അന്നത്തെ ആ ദിവസം ജോൺ ബ്രിട്ടാസ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്തിട്ട് കോൺഗ്രസിനോട് ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾക്കൊരു ഫുൾ ടൈം പ്രതിപക്ഷ നേതാവിനെ തരൂ എന്ന പ്രധാനപ്പെട്ട ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന സമയത്തും രാഹുൽ ഗാന്ധി ഒന്ന് ടൂറിലായിരുന്നു. ബീഹാർ ഇലക്ഷനിൽ എന്തായിരുന്ന അവസ്ഥ? ടൂറിലല്ലായിരുന്നു. ഇപ്പൊ ബംഗാൾ ഇലക്ഷൻ നടക്കുമ്പോ എവിടെയാ? ടൂറിലായിരിക്കാം. ഏതായാലും ബംഗാളിലില്ല. ബീഹാർ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ നിരന്ന് നിന്ന് അവിടുത്തെ റിസൾട്ട് വന്ന് 8 നിലയിൽ ഈ പറയുന്ന തേജസ്വി യാദവും ഈ പറയുന്ന ഈ രാഹുൽ ഗാന്ധിയൊക്കെ 8 നിലയിൽ പൊട്ടിയതോട് കൂടിയിട്ട് പറയല്, ഓ വോട്ട് ചോരി. ഏത് തേജസ്വി യാദവ് ഒരു സ്ഥലത്ത് പോലും വോട്ട് ചോരി എന്ന് പറയുന്നില്ല, മറിച്ച് രാഹുൽ ഗാന്ധി പറയാണ് ഓ വോട്ട് ചോരി. എന്നിട്ട് അത് രാജ്യത്ത് മറ്റൊരു സ്ഥലത്തും പ്രചരണമല്ല, അത് നേരെ കേരളത്തിൽ വലിയ പ്രചരണ. ഓ ബീഹാറിൽ വോട്ട് ചോരി. അവിടെ 11 സീറ്റില് തേജസ്വി യാദവും കോൺഗ്രസ് ഒക്കെ തമ്മിലുള്ള ഈ ഇടതുപക്ഷം ഉൾപ്പെടെ ഒരു കൂട്ടുകെട്ടാ. പക്ഷെ അവിടെ 11 സീറ്റില് തമ്മിൽ. അതായത് കേരളത്തില് കോൺഗ്രസും മുസ്ലിം ലീഗും ഈ പറയുന്ന സകല ആളുകളും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഒരു 10 സീറ്റിൽ മുസ്ലിം ലീഗും കോൺഗ്രസും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഇത്തവണത്തെ ഇലക്ഷന് നേരിട്ടാൽ എന്ത് സംഭവിക്കോ? 8 നിലയിൽ UDF പൊട്ടിയില്ലേ? അതുപോലെ ബീഹാറിൽ കോൺഗ്രസും തേജസ്വി യാദവ് ഒക്കെ പൊട്ടിയിട്ടും രാഹുൽ പറഞ്ഞെന്ത്? ഓ വോട്ട് ചോരി. അതിവിടെ ഒരു ഉളുപ്പമില്ലാതെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഈ വോട്ടെടുപ്പ് സമയത്ത് തന്നെ, അതായത് തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ? വലിയ താരപ്രചാരണം തന്നെയാ. ഈ ബംഗാളില് ഒരു ഭാഗത്ത് മമതയുണ്ട്, ഒരു ഭാഗത്ത്
BJP ഉണ്ട്. BJP സകല സർവ സന്നാഹങ്ങളും ഉപയോഗിച്ചാണ് അവിടെ പ്രചരണത്തിനുള്ളത്. മമതയാണെങ്കിൽ ഗ്രാമാന്തരങ്ങളിൽ അവര് വളർത്തിയിട്ടുള്ള ഗുണ്ടകളെ പോക്കറ്റിൽ നിർത്തിയിട്ട് ആ ഗുണ്ടകളെ കൊണ്ടാണ് ഗ്രാമാന്തരങ്ങള് ഈ മമത കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അത്തരത്തില് ഒരു തീ പാറുന്ന മത്സരം ബംഗാളിൽ നടക്കുന്നുണ്ട്. അതേസമയം ഇതിലൊന്നും ഒരു റോളില്ലാതെ കോൺഗ്രസിന്റെ ഈ യഥാർത്ഥത്തില് നരേന്ദ്രമോദി, അത് കഴിഞ്ഞ് ഈ പറയുന്ന അമിത്ഷാ, അത് കഴിഞ്ഞ് ഓരോ മുഖ്യമന്ത്രിമാരൊക്കെ പേര് പറയുമ്പോൾ കോൺഗ്രസിൽ ഇതിന്റെയൊക്കെ സ്ഥാനം ആർക്കൊക്കെയാ? ഒന്ന് രാഹുൽ ഗാന്ധി, അത് കഴിഞ്ഞാൽ ആരാ? KC വേണുഗോപാൽ. ഈ KC വേണുഗോപാൽ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തില് തല്ലല്ലേ, കോൺഗ്രസ്സുകാർ തല്ല. ഇലക്ഷന്റെ റിസൾട്ട് പോലും വന്നിട്ടില്ല ഇതുവരെ. കോൺഗ്രസിന് വോട്ട് ചെയ്ത കോൺഗ്രസ്സുകാർ തന്നെ തലയിൽ കൈവച്ച് മാനക്കേട് കാരണം തലയും താത്തി നടക്കുക. കാരണം എന്താ? KC വേണുഗോപാലിന് ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ മതി. അതേ സമയത്ത് രാജ്യത്ത് തീപ്പാറുന്ന മത്സരം ബംഗാളിൽ നടക്കുക. രാഹുൽ ഗാന്ധിയെയും കൂട്ടി എങ്ങനെയെങ്കിലും ബംഗാളിലെത്തിയിട്ട് ആ ബംഗാളിൽ പ്രചരണം നടത്താനൊക്കെ പ്രധാന നേതൃത്വം കൊടുക്കേണ്ട KC സുധാകരനെ കൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞ് ചെന്നിത്തല വേറെന്തെങ്കിലും ഒന്ന് വിളിച്ചറിയും. അത് കവർ ചെയ്യാൻ ഏതെങ്കിലും ഒരു തുക്കട കോൺഗ്രസിന്റെ നേതാവിനെ കൊണ്ട് KC ഫോണിൽ വിളിച്ച് മറ്റൊരു പോസ്റ്റ് ചെയ്യിപ്പിക്കും. ഈ ഫേസ്ബുക്കിൽ എയ്ത്തായിപ്പോ കേരളത്തില് KC വേണുഗോപാൽ ഒരു ഭാഗത്ത്, അതിന് ടീമായിട്ട് ഒരുപാട് യൂത്ത് കോൺഗ്രസ്സുകാർ, ഒരുപാട് കോൺഗ്രസ് MLA മാര്, അതിൻ്റെ ഇടയിലൂടെ കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് VD സതീശനാണ് ഇതൊക്കെ തന്നെ ഇത്രയും ആക്കിയത് എന്ന് മറ്റൊരു കൂട്ടര്, AICC എന്നൊക്കെ ആരെങ്കിലും വന്നിട്ട് മുഖ്യമന്ത്രിയാൽ കോൺഗ്രസ് തകരുമെന്ന് കോൺഗ്രസ്സുകാര് തന്നെ. അതായത് കേരളത്തിലാണ് ഇപ്പൊ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാര്. ഏത് കോൺഗ്രസ് നേതാക്കന്മാര്? ഇവര് പോയിട്ട് വേണം ബംഗാളില് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എന്തെങ്കിലും സീറ്റ് ഉണ്ടാക്കാൻ. അങ്ങോട്ടേക്ക് അടുക്കാൻ പോലും ത്രാണിയില്ലാത്ത കോൺഗ്രസ് ആണോ നാളുകളിൽ ഈ രാജ്യം ഭരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരുപാട് മൊണ്ണകള് പ്രചരണം നടത്തുന്നത്? ഇവിടെയുള്ള കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളോട് ബംഗാൾ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല ആ സമയത്ത് പറയാ, നിങ്ങൾ ഇപ്പം ബംഗാളിലേക്കൊക്കെ ഒന്ന് നോക്കണം, കോൺഗ്രസിനൊന്നും ഒരു റോളുമില്ല. ഈ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് BJP വലിയ രീതിയിൽ പ്രചരണം നടത്തി. നമുക്കറിയാം, സാധാരണക്കാരിലേക്ക് പോലും നരേന്ദ്രമോദി അവിടേക്ക് ഇറങ്ങിച്ചെന്നതാ. സാധാരണ ഒരു കടയിലേക്ക് ഇറങ്ങിയിട്ട് ജാൽമുരിയൊക്കെ കഴിച്ച് സാധാരണക്കാർക്കൊപ്പം നിന്ന് ബംഗാളിൽ ഈ ഒരു പ്രചരണമൊക്കെ വലിയ രീതിയിൽ ജനത ഏറ്റെടുത്ത് BJP ബംഗാൾ ജനതയുടെ ഹൃദയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇത്തരത്തിലാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. ഈ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങളൊന്ന് ബംഗാളിലേക്കൊക്കെ ഒന്ന് നോക്കണം. വെറുതെ എന്നല്ല പറയുന്നത്, ഇപ്പം നോക്കാൻ. ഇതൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്ന് അവിടെ BJP അധികാരത്തിലെത്തുമ്പോ വോട്ട് ചോരി എന്ന് പറഞ്ഞ ഒരുത്തൻ ഇറങ്ങും. ഒരു ഉളുപ്പില്ലാതെ. രാഹുൽ ഗാന്ധിക്ക് ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനമല്ല, തല്ലാണെങ്കിൽ അതുപോലും കാണാതെ വോട്ട് ചോരി എന്നാ പറയാ. അതൊട്ട് തെളിയിക്കുകയില്ല, അതൊട്ട് കോടതിയിൽ പോവുകയില്ല. ഒക്കെ ഞങ്ങള് ഗിമ്മിക്ക് കാട്ടി എന്തെങ്കിലും ഒരു വീഡിയോ കാട്ടും. അത് അവരുടെ ഒരു ശൈലിയാണല്ലോ ഇപ്പോ. സകല പ്രമുഖ മാധ്യമങ്ങളോട് പറയാനുള്ളത്, BJP ബംഗാൾ പിടിക്കും, ബംഗാൾ ജനത BJP അധികാരത്തിലേക്ക് എത്തിക്കും. അത്രത്തോളമുള്ള ഒരു പ്രചരണമൊക്കെ അവിടെ നടന്നു കഴിഞ്ഞു. ഇനിയും മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഇതൊക്കെ കഴിഞ്ഞ് വോട്ട് ചോരിയോ എന്നും പറഞ്ഞു വരാൻ ആ പറയുന്ന രാഹുൽ ഗാന്ധി എത്ര തവണ ബംഗാളിൽ പോയി പ്രസംഗിച്ചു? എത്ര തവണ KC വേണുഗോപാൽ ബംഗാളിലേക്ക് പോയി? ഇവിടെ മുഖ്യമന്ത്രിക്ക് ഇതല്ല, അതുമായിട്ട് നടക്കുക. ഇവരൊക്കെയാണ് വോട്ട് ചോരിയോ എന്ന് പറയും. ഇതും പൊക്കി മാധ്യമങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കണ്ണൊന്ന് തുറന്നു നോക്കണം. ഒരു തർക്കവും വേണ്ട, ഇത്തവണ ബംഗാൾ BJP തൂക്കിയിരിക്കും.